ഹലോ. സോ ഇന്ന് നമുക്കൊരു ട്രിപ്പിൻ്റെ വീഡിയോ കണ്ടാലോ? ഞങ്ങൾ ലാസ്റ്റ് വീക്ക് അസർബൈജാൻ പോയായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത്. ഞങ്ങൾക്ക് ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു ഫ്രം അബുദാബി എയർപോർട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ലോഞ്ചിൽ പോയിട്ട് കുറച്ച് ഫുഡെല്ലാം അടിച്ചു. അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ടൈമായി. ആക്ച്വലി ഇവിടുന്ന് ഒരു 2 hours 45 minutes മാക്സിമം 3 hours ഒക്കെ ഉള്ളൂ ബാക്കു. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു അസർബൈജാൻ പോകാൻ. സോ അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ ബാക്കുവിൽ ലാൻഡ് ചെയ്തു. നമ്മുടെ ഡ്രൈവറിൻ്റെ പേരായിരുന്നു എൽഷൻ. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് വീഡിയോയിൽ. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാനാണ്. അത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രഷപ്പായിട്ട് നമ്മൾ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിത് ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഒരു ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ 1 degree Celsius ആയിരുന്നു. ഒരു ചെറിയ മഴയൊക്കെ ആയിട്ട് ഭയങ്കര നല്ല ക്ലൈമറ്റ് ആയിരുന്നു. സോ നമ്മൾ ഇങ്ങനെ ബാക്കു റോഡ്സും ബാക്കുവിലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ്. ചില ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് ശരിക്കും അബുദാബി പോലെ തന്നെ ഒരു സിമിലാരിറ്റി തോന്നി. മറ്റ് ചില ഭാഗങ്ങൾ കാണുമ്പം ശരിക്കും ഒരു നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുന്ന യൂറോപ്പ് ഒരു സ്റ്റൈൽ. ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനത്തെ ഒരു സീനറി ആയിരുന്നു. നമ്മളിവിടുത്തെ ഓരോ ബിൽഡിങ്സും ഒക്കെ കണ്ടിങ്ങനെ പോവായിരുന്നു. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു, ഫ്രഷായി ഇറങ്ങി. ഇതായിരുന്നു നമ്മുടെ ഹോട്ടൽ. ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. നമ്മൾ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതാണ് ഈ തുള്ളിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് ബൊറാനി എന്നും പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് കണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴേ ഞങ്ങളത് നോക്കി വെച്ചായിരുന്നു. ആക്ച്വലി വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെ കയറിയത്. പക്ഷേ അടിപൊളി ഫുഡായിരുന്നു ഇവിടുത്തെ. ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ ഡ്രൈവറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ക്ലൈമറ്റ് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്യുമായിരുന്നു. 1 degree Celsius ആയിരുന്നു. തണുപ്പിങ്ങനെ കൂടിക്കൂടി വരുമായിരുന്നു. അടിപൊളിയായിരുന്നു. സോ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. ഗ്രാൻഡ് സെൻട്രൽ പാർക്ക് ഹോട്ടലിലാണ് നമ്മൾ നിന്നത് ഈ 4 ദിവസം. നല്ല ഹോട്ടലായിരുന്നു. എല്ലാം കൊണ്ടും അടിപൊളി സർവീസായിരുന്നു ഹോട്ടലിൽ. സോ നമ്മൾ ഇങ്ങനെ ഊതി കളിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എപ്പോഴും കിട്ടുന്നതല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് കളിക്കുമായിരുന്നു. സോ നമ്മൾ ഡ്രൈവർ വന്നു. നമ്മൾ ആദ്യം പോയത് ബാക്കു ഹൈലാൻഡ് പാർക്കിലാണ്. ഇവിടുത്തെ ഒരു പാർക്കാണ്. പിന്നെ ഞങ്ങൾ പോയത് ഓൾഡ് ബാക്കു സ്ട്രീറ്റിലോട്ടാണ്. ഓൾഡ് ബാക്കു സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ ബാക്കുവിൻ്റെ ഒരു പഴയ സ്ട്രീറ്റ്, പഴയ ബിൽഡിങ്സും ഒക്കെ ആയിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ബിൽഡിങ്സ് എല്ലാം ഒരേപോലെ ഇരിക്കുന്നത്. പണ്ട് മുതലുള്ള ബിൽഡിങ്സാണ് ഇതെല്ലാം. അപ്പോൾ ഇതിൻ്റെ നടുക്കൂടിയുള്ള വാക്ക് ഭയങ്കര രസമായിരുന്നു. ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കോഫി ഷോപ്സ്, കുഞ്ഞു കുഞ്ഞു ടീ ഷോപ്സ്, കുറേ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു അതിൻ്റെ നടുക്കൂടി നടക്കാനായിട്ട്. ഇവിടെയാണ് മെയ്ഡൻ ടവർ എന്ന് പറഞ്ഞ ടവറൊക്കെ ഉണ്ട് ബാക്കുവിൽ. അതെല്ലാം ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഒരു ചായ കുടിക്കാമെന്ന് ഓർത്ത് ഒരു ചെറിയ കോഫി ഷോപ്പിൽ കയറി. ഭയങ്കര രസമുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു ഈ കോഫി ഷോപ്പിൽ. അസർബൈജാൻ ആക്ച്വലി ടീക്ക് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഒരു അസർ ചായ പറഞ്ഞു. അവിടുത്തെ ടീക്ക് അസർ ചായ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അസർ ചായയും പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ് ബക്ലാവ. തുർക്കി ആൻഡ് അസർബൈജാനിൽ ബക്ലാവ ഭയങ്കര ഫേമസ് ആണ്. ടീ കുടിച്ച് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ വീണ്ടും ക്ലൈമറ്റ് മാറി. നല്ല കാറ്റും പിന്നെ സ്നോഫോളും തുടങ്ങിയായിരുന്നു. ക്ലൈമറ്റ് ഒരു -1 ഒക്കെ ആയായിരുന്നു. ഭയങ്കര കാറ്റും പിന്നെ സ്നോഫോൾ ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ ഇങ്ങനെ സ്നോഫോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മൾ കുറേ വീഡിയോസ് എടുത്തു അതിൻ്റെ. സോ ഇതാണ് ഈ മെയ്ഡൻ ടവർ. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വരെ നമുക്ക് പോകാൻ പറ്റും.
നമ്മളെന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി ഡ്രൈവറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ വിളിച്ച് സ്നോഫോളൊക്കെ കാണിക്കുമായിരുന്നു. നമ്മൾ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ ഈ സ്നോയും ഈ ക്ലൈമറ്റും ഒക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബഹളമാണ് ഈ ഡാൻസും ഒക്കെ. നമ്മൾ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയിരുന്നു ആക്ച്വലി. ഞങ്ങൾ എന്തൊക്കെയോ വട്ടൊക്കെ കാണിക്കുമായിരുന്നു. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ബാക്ക് യാർഡാണ് ഈ ഒരു ഏരിയ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ബാക്ക് യാർഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഞങ്ങളുടെ ഹോട്ടലിൻ്റെ. ഞങ്ങൾ പിന്നെ തിരിച്ച് ഹോട്ടലിലേക്ക് കയറി. ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ബൊറാനി തന്നെ തിരിച്ചു വന്നു ഡിന്നർ കഴിക്കാനായിട്ട്. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് ഈ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ലഞ്ച് കഴിച്ചത് ഇവിടെ നിന്ന് തന്നെയായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ലഞ്ച് ആക്ച്വലി. അപ്പോൾ ഞങ്ങൾ മെനുവിൽ വേറെയും കുറേ ഡിഷസ് നോക്കി വെച്ചായിരുന്നു. അപ്പം ഇവിടെ നിന്ന് തന്നെ ഡിന്നറും കഴിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ ഓർഡർ ചെയ്തു. ഒരു ബീഫും ചീസും കൂടിയുള്ള ഒരു ഡിഷും പിന്നെ ഇവരുടെ ഒരു സാൻഡ്വിച്ചും അതായിരുന്നു ഓർഡർ ചെയ്തത്. ഭയങ്കര ടേസ്റ്റി ഫുഡായിരുന്നു ബൊറാനിയിൽ. ഇപ്പോഴും ആലോചിക്കുമ്പം അവിടുത്തെ ഫുഡ് ശരിക്കും ഭയങ്കരമായിട്ടും കൊതി വരും. പിന്നെ ഹോട്ട് ചോക്ലേറ്റ് ഭയങ്കര ഫേമസ് ആണ് ജോർജിയ, അർമേനിയ, അസർബൈജാനൊക്കെ. സോ അപ്പോൾ ഞങ്ങൾ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചു. ഞാൻ എൻ്റെ ലൈഫിൽ കുടിച്ചതിൽ വെച്ച് ഏറ്റവും അടിപൊളി ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു ഇവിടുത്തെ. ഭയങ്കര ടേസ്റ്റായിരുന്നു, റിച്ചായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് നടക്കുമ്പോൾ കാറിലെല്ലാം ഇങ്ങനെ മഞ്ഞ് സ്നോ കൊണ്ടിങ്ങനെ മൂടിയിരിക്കുക കാറുകളൊക്കെ. അപ്പോൾ അത് കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണല്ലോ ഇങ്ങനെ ഒരു സീൻ കാണുന്നത്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡേ അറ്റ് ബാക്കു. കുറച്ച് പിക്ചേഴ്സാണ് ഇതൊക്കെ. ഞങ്ങളുടെ ഫസ്റ്റ് ഡേയുടെ കുറച്ച് പിക്ചേഴ്സാണ് ഇതൊക്കെ. ഇതായിരുന്നു മെയ്ഡൻ ടവർ. സോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ഡേ 2 അറ്റ് ബാക്കു ആയിരിക്കും. So hope you all enjoyed the video. Bye.